ടാങ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് സ്റ്റോൺ ആപ്പിൾ. ഉണ്ടോ? അതിൻ്റെ മരം കണ്ടോ? ഒരു ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ തോട്ടത്തിൻ്റെ വലുതുണ്ട്, ഇവിടെയും വലുതൊക്കെയാണ് കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിൽ സ്റ്റോൺ ആപ്പിൾ കുഞ്ഞു ഉണ്ടാവുന്നത് ഫസ്റ്റ് ആയിട്ടുണ്ടാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് അത്ര ചെറുത് നിറച്ചും ഉണ്ടായിരുന്നു. ആദ്യം മരം വെട്ടിക്കളഞ്ഞത്, പിന്നെ ഞാൻ അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഇപ്പം അതിനകത്ത് നിറയെ കുഞ്ഞു കായ്ക്കളുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണ് ഈ സാധനം, ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്. ഇതുണ്ടോ? എൻ്റെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ താമസിക്കുന്ന വീട്ടിലാണ് കേട്ടോ. ഇതിവിടെ നല്ല വലുത് കിടപ്പുണ്ട്, അതൊക്കെ പറിച്ചെടുക്കണം. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും വവ്വാലൊക്കെ കടിക്കും അതിന്. ഇവിടെയൊക്കെ ഉണ്ട്. ഈ സൈഡിലായിട്ടാണ് കൂടുതൽ. മുകളിൽ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നിറച്ചത് കിടപ്പുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ കിട്ടിയത് ഈ മൂത്തതാണ്. നമ്മുടെ നാട്ടിലെ പ്ലാവ് കാണിച്ചു തരാവേ. ഇതിവിടുന്ന് മുമ്പ് താമസിച്ചിരുന്നൊരു മിസ്സ് ഇവിടെ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇത്രയും വലുതായി. പിന്നെ ഇവിടെ കുറച്ച് വാഴയൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഒരു വാഴ കുലച്ചിട്ടുണ്ട്. സാധാരണ നിറയെ കുലയ്ക്കണം, ഇപ്പം മഴയില്ലാത്തതുകൊണ്ടാട്ടോ കുലയ്ക്കാതെ. പിന്നെ അതേ ഒരു മാവുണ്ട്, ഇത്രയും വലുതായിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ വലിയ മുരിങ്ങ ഇല നിൽപ്പുണ്ട്. ദേ നമ്മുടെ ഈ സ്വന്തം ഇരുമ്പം പുളിയുടെ മരം കുറേയൊക്കെ പൊഴിഞ്ഞ് വീണം. എനിക്ക് മതിയായി. അച്ചാറിട്ടും വെറുതെ പെറുക്കി തിന്നും മീനിലിട്ടും ജ്യൂസ് അടിച്ചും ഒക്കെ മതിയായി. ഇങ്ങോട്ട് വലിയൊരു കൊല ഉണ്ടാകുന്നത്, അത് മുഴുവൻ പഴുത്തട്ടാ. തേല കുറവായി.